പശ്ചിമേഷ്യയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾ വേഗത്തിലാകുമ്പോൾ തന്നെ ഇപ്പോൾ ശാന്തമായി കാണുന്ന ഒരു യുദ്ധക്കളം വലിയ രീതിയിലുള്ള ആശങ്കകൾക്ക് വഴിയൊരുക്കുകയാണ്. ഇറാന്റെ ഫയർ പവറിന് കാര്യമായ കോട്ടം തട്ടിയിട്ടില്ല എന്ന വാർത്തയാണ് അതിന് ആധാരമായിട്ടുള്ളത്. ആഴ്ചകളോളം നീണ്ടുനിന്ന ആക്രമണങ്ങൾക്കിടയിലും ഇറാൻ ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇപ്പോഴും കൈവശം വെച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നു. അവയിൽ പലതും ഭൂഗർഭ സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തെടുക്കാൻ സാധ്യതയുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും മേഖലയിൽ ഉടനീളം കൂടുതൽ സംഘർഷം രൂക്ഷമാകുന്നത് തടയാനും വേണ്ടിയുള്ള ഒരു വെടിനിർത്തൽ ഉറപ്പാക്കാൻ വാഷിംഗ്ടൺ ശ്രമിക്കുന്നതിന്റെ ഇടയിലാണ് ഈ കണ്ടെത്തലുകൾ. ഇറാന്റെ മിസൈൽ പദ്ധതി പ്രവർത്തനപരമായി നശിപ്പിക്കപ്പെട്ടുവെന്നും അത് ക്ഷയിച്ചു അല്ലെങ്കിൽ ഏതാണ്ട് പൂർണ്ണമായും ഫലപ്രദമല്ലാതായി എന്നും അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഈ ആഴ്ച ആദ്യം പറഞ്ഞിരുന്നു. എന്നാൽ അമേരിക്കൻ ഇന്റലിജൻസ് നൽകുന്ന പുതിയ വിവരങ്ങൾ കൂടുതൽ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇറാന്റെ പകുതിയിൽ അധികം മിസൈൽ ലോഞ്ചറുകളും നശിപ്പിക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ഭൂമിക്കടിയിൽ കുഴിച്ചിടപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഈ സംവിധാനങ്ങളിൽ പലതും നന്നാക്കിയെടുക്കാനും വീണ്ടും ഉപയോഗത്തിലേക്ക് കൊണ്ടുവരാനും കഴിയും എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ സംഘർഷം കാരണം ഇറാന്റെ മിസൈൽ ശേഖരം ഏകദേശം പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇറാൻ ഇപ്പോഴും ആയിരക്കണക്കിന് ഇടത്തരം അല്ലെങ്കിൽ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് അമേരിക്കൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥരും ഉറപ്പിച്ചു പറയുന്നു. പലതും ഭൂഗർഭ സമുച്ചയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് അവയെ ആക്രമണങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞെന്നും ഇനി ഒരു സംഘർഷം ഉണ്ടായാൽ വിന്യസിക്കാൻ തയ്യാറായി അതെല്ലാം നിലനിൽക്കുന്നതായും വിശ്വസിക്കപ്പെടുന്നു. ഇനി നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ പേർഷ്യൻ ഗൾഫിലെ കപ്പലുകളെയോ അമേരിക്കൻ സൈനികരെയോ ലക്ഷ്യമിടാൻ ഉപയോഗിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളുടെ ഒരു ചെറിയ ശേഖരം ഇറാന്റെ കയ്യിലുണ്ട്. തുടർച്ചയായ ഉപയോഗവും ഉൽപാദന സൗകര്യങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ നിരവധി ആക്രമണങ്ങളും കാരണം ഇറാന്റെ വൺ വേ അറ്റാക്ക് നടത്തുന്ന ഡ്രോൺ ശേഖരത്തിന്റെ ശേഷി പകുതിയിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറികടക്കാൻ റഷ്യയുടെ സഹായം ഇറാന് കിട്ടുമെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ. ഈ സംഘർഷം കൃത്യമായി നിരീക്ഷിക്കുന്ന വിദഗ്ധർ പറയുന്നത് ഏത് ദുർഘടം പിടിച്ച അവസ്ഥയുമായും പൊരുത്തപ്പെട്ടു പോകാൻ ഇറാന് അസാമാന്യമായ ഒരു കഴിവുണ്ടെന്നാണ്. അവരുടെ സൈന്യത്തെ വേഗത്തിൽ നവീകരിക്കാനും പുനഃസംഘടിപ്പിക്കാനുമുള്ള കഴിവ് അവർക്കുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഒഴികെയുള്ള മറ്റേത് രാജ്യത്തെ സൈനികരെക്കാളും ശക്തരായ പോരാളികൾ ഉള്ളതും ഇറാന് തന്നെയാണെന്നും അമേരിക്കയിലെ വിശകലന വിദഗ്ധർ വരെ പറയുന്നു. പഴയ ശക്തിയിലേക്ക് തിരികെ എത്താൻ ഇറാൻ ഇനിയും സമയമെടുത്തേക്കുമെങ്കിലും ഇപ്പോഴും അവരുടെ മിസൈൽ ശേഷി തിരികെ പിടിക്കാൻ അവർക്ക് കഴിയുമെന്ന് തന്നെയാണ് അമേരിക്ക കണക്കുകൂട്ടുന്നത്. ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും ഏതാണ്ട് 13,000-ലധികം യുദ്ധ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത്. ഇറാന്റെ 2/3 മിസൈൽ ലോഞ്ചറുകളും പ്രവർത്തന രഹിതമാക്കിയതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥരും പറയുന്നു. എന്നാൽ ഭൂമിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇതിൽ പലതിനെയും വീണ്ടെടുക്കാനാകുമെന്നും അവർ തന്നെ പറയുന്നുണ്ട്. യുദ്ധത്തിന് മുമ്പ് ഏകദേശം 2,500 ഇടത്തരം മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടായിരുന്നു. ഇപ്പോഴും 1000-ലധികം അതിദൂര മിസൈലുകൾ അവർ കൈവശം വെച്ചിട്ടുണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇറാൻ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന മിസൈൽ സംവിധാനങ്ങളാണ് അമേരിക്കൻ ഇസ്രായേൽ സേനകൾക്ക് പ്രധാന വെല്ലുവിളി ഉയർത്തുന്നത്. ഇറാനുമായുള്ള ചർച്ചകൾക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ദൂതന്മാരായ സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും ഇസ്ലാമാബാദിലേക്ക് പോകുന്നതിന്റെ ഇടയിലാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്.